നമസ്കാരം. ഞാൻ ശാന്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ ദേവഗണ സവിശേഷതകളെ സംബന്ധിച്ചാണ്. ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ തന്നെ നക്ഷത്ര വിഭാഗത്തിൽ തിരിച്ചിരിക്കുന്ന മൃഗം ആൺകുതിരയാണ്. ജ്യോതിഷാചാര്യന്മാരിങ്ങനെ ഓരോ നിർവചനം നടത്തിയിരിക്കുന്നത് വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിലൊക്കെ ചില സാരാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാരാംശം വെച്ചുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരുടെ മൃഗമായിട്ടുള്ള ആൺകുതിര എന്തുകൊണ്ടാണ് അതിലെങ്ങനെ നിർവചിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പരിശോധിച്ചാൽ അതിന് വിവിധ വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചേർച്ചയോടുകൂടെ തോന്നുന്ന വ്യാഖ്യാനം ശാക്തേയ സിദ്ധാന്ത പ്രകാരമുള്ളത്. അത് നമ്മൾ പരിശോധിച്ചാൽ അശ്വതി നക്ഷത്ര ജാതകരുടെ മൃഗം ആൺകുതിര. എന്താണ് ആൺകുതിരയ്ക്കുള്ള പ്രത്യേകത? പൊതുവെ കാഴ്ചയിൽ അഭംഗിയില്ലാത്തതാണ് ആൺകുതിര. വളരെയേറെ ഭംഗിയുള്ളതാണ്, വളരെയേറെ കേമമാണ്, ഭൂലോക സുന്ദരമാണ് എന്നൊന്നുമല്ല പറയുന്നത്. കാഴ്ചയിൽ വൈരൂപ്യമില്ലാത്തതും എന്നാൽ ഒരു ആകർഷണീയത തോന്നുന്ന തരത്തിലുള്ള ഭംഗിയുള്ളതുമായിട്ടുള്ളതാണ് ആൺകുതിര. അതുകൊണ്ട് തന്നെ ആ ആൺകുതിരയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർ പൊതുവെ കാഴ്ചയിൽ അഭംഗിയില്ലാത്തവരായിരിക്കും, ഐശ്വര്യമുള്ളവരായിരിക്കും. അതോടൊപ്പം തന്നെ ആൺകുതിരയ്ക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് വേഗത. ആ ഒരു വേഗത ഈ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നമുക്ക് സസൂക്ഷ്മം പരിശോധിച്ചാൽ കാണാനാവും. അവരുടെ നടപ്പിനൊരു വേഗത ഉണ്ടായിരിക്കും, അവരുടെ സംസാരത്തിനൊരു വേഗത ഉണ്ടായിരിക്കും, അവരുടെ ഭക്ഷണ രീതികളിൽ ഒരു വേഗത ഉണ്ടായിരിക്കും. അവരുടെ ഏത് കാര്യമെടുത്താലും അതിൽ സാധാരണയിൽ കവിഞ്ഞുള്ളൊരു വേഗത ദൃശ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ആൺകുതിരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആൺകുതിര പലപ്പോഴും പടക്കളത്തിലേക്ക് നയിക്കപ്പെടാറുണ്ട്. യുദ്ധം നടക്കുന്ന വേളകളിലൊക്കെ ആൺകുതിര നയിക്കപ്പെടാറുണ്ട്. അതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒളിച്ചോടാതെ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുവാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് നിൽക്കാൻ കഴിവുള്ളവരാണ് അശ്വതി നക്ഷത്രജാതകർ. കാരണം മനസ്സിൽ അവർക്ക് ഭയമുണ്ടെങ്കിലും, മനസ്സുകൊണ്ട് തേങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെങ്കിലും അവർ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നവർക്ക് ബോധ്യപ്പെട്ടാൽ ആ സാഹചര്യത്തെ അവർ നേരിടുക തന്നെ ചെയ്യും, ഒളിച്ചോടുകയില്ല. ഇനിയും ആൺകുതിരയുടെ മറ്റൊരു സവിശേഷതയിലേക്ക് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ, ചുറ്റുപാടും നിരീക്ഷണ പാഠമുള്ള ഒരു മൃഗമാണ് കുതിര, പ്രത്യേകിച്ച് ആൺകുതിര. അതുകൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ളവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയുമൊക്കെ വളരെ വിശദമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടുപോകും. അവരുടെ നിരീക്ഷണത്തിൽ എന്തെങ്കിലും ഒരു അപ്രിയം തോന്നിയാൽ, തെറ്റും കുറ്റങ്ങളും കണ്ടാൽ അവ ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ഇവർ മടിക്കാറില്ല. അതോടൊപ്പം തന്നെ സഞ്ചാരപ്രിയരാണ്. ആൺകുതിരയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഋഷീശ്വരന്മാർ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മൃഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നത് ആ മൃഗങ്ങളുടെ സ്വഭാവവുമായിട്ട് ആ നക്ഷത്രങ്ങൾക്ക് വരുന്ന സാമ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിൽ സഞ്ചാരപ്രിയരായിരിക്കും. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലും അവരെ സംബന്ധിച്ച് അവർക്കൊരു സ്വാർത്ഥത നിഴലിക്കുന്നത് പോലെ തോന്നിയേക്കാം. തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും പരസ്പരം ഒരു സ്വാർത്ഥത ഉണ്ടാവേണ്ടതും അനിവാര്യമാണ്. സ്വാർത്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് അവകാശപ്പെട്ടത് എൻ്റേത് മാത്രം എന്ന് പറയുന്ന ഒരു നിലയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആൺകുതിരയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് യാത്രയിലും വെല്ലുവിളികളിലും ഓടി ഒന്നാമതെത്തുവാനുള്ള കഴിവാണ്. അത് നമ്മൾ ഈ അശ്വതി നക്ഷത്ര ജാതകത്തിലേക്ക് സമന്വയിപ്പിക്കുമ്പോൾ ഏതു മേഖലയിലും നേതൃപദവിയിലേക്ക് എത്തുവാനുള്ള ഇവരുടെ ഒരു കഴിവ്, അത് എന്ത് റിസ്ക് എടുത്താണെങ്കിലും ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്താണെങ്കിലും 10 പേര് നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു നേതൃസ്ഥാനം കൈവരിക്കുവാൻ ഇവർക്ക് ബഹുമിടുക്കായിരിക്കും. അവരുടെ വാചക രീതിയിലാണെങ്കിലും ഇടപെടൽ രീതിയിലാണെങ്കിലും
അവരുടെ സൂക്ഷ്മ നിരീക്ഷണ പാഠവങ്ങളിലൂടെ അവർ ആർജിച്ചിരിക്കുന്ന പൊതുവിജ്ഞാനത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലും ഒരു നേതൃപദവിയിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവിധ കഴിവുകളും ഉള്ളവരാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ മനസ്സിലേക്ക് ഒരു ചെറിയ സൂചന വീണാൽ ആ വിഷയം എന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആൺകുതിരയുടെ സമാനമാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു സംഗതി എവിടെയെങ്കിലും ഉണ്ട്, പ്രത്യേകിച്ച് കാട്ടിലൊക്കെ വസിക്കുന്ന കുതിരകളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അനക്കം ഏതെങ്കിലും ഒരു ഭാഗത്ത് കേട്ടാൽ അതെന്താണെന്ന് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ആൺകുതിര എടുക്കുന്ന അതേ രീതി അശ്വതി നക്ഷത്രജാതർ അറിവ് സമ്പാദന കാര്യത്തിൽ സ്വീകരിക്കാറ്. അവർക്ക് ഏത് വിഷയമാണോ അവർക്ക് പഠിക്കേണ്ടത്, ഏത് വിഷയത്തെക്കുറിച്ചാണോ അറിവ് സമ്പാദിക്കേണ്ടത്, ആ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി സമയം ചിലവഴിക്കുവാൻ ഇവർ തൽപരരായിരിക്കും. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൺകുതിരയുടെ അല്ലെങ്കിൽ കുതിരയുടെ പൊതു സ്വഭാവം എന്താണ്? എപ്പോഴും വീണ്ടരച്ചുകൊണ്ടിരിക്കും. അതുപോലെ അശ്വതി നക്ഷത്രജാതരായിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരെ സംബന്ധിച്ചും വെറ്റില മുറുക്ക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അതല്ലെങ്കിൽ പാടിയോ പറഞ്ഞോ കഥകൾ വായിച്ചോ അതല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും ചെറിയ വിഷയങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ആവർത്തിച്ച് പറയുന്നവരൊക്കെ അവരൊരു സമയവും വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നെങ്കിൽ നടക്കുക, എഴുതുക, പറയുക, വായിക്കുക, കേൾക്കുക, ഓടുക, ചാടുക, പാടുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ അവർ വായനക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ കുതിരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുതിരയുടെ ശരീരം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ വൃത്തിയുടെയും വെടിപ്പിൻ്റെയും കാര്യത്തിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില നിഷ്കർഷകളുണ്ട്. നമ്മൾ തമാശയ്ക്കാണെങ്കിലും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുളിക്കുന്ന വെള്ളത്തിൽ ഡെറ്റോൾ കലർത്തി കുളിക്കുക, അതല്ലെങ്കിൽ സോപ്പിട്ട് കുളിച്ചതിന് ശേഷം സോപ്പിൻ്റെ അംശം മോതിരത്തിൻ്റെ ഇടയിലോ അതിലേക്ക് നഖത്തിൻ്റെ ഇടയിലോ ഇരിക്കുന്നു എന്നൊരു സംശയം കൊണ്ട് വീണ്ടും കഴുകുക. ഇങ്ങനെ വൃത്തിയുടെ കാര്യത്തിലും ഇവർ വളരെയേറെ മുൻപന്തിയിലായിരിക്കും. ബേക്കറിയുടെ കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും. നേതൃപാഠവം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളവരായിരിക്കും. അഴകിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിരിക്കില്ല, പൊതുവെ നല്ലവരായിരിക്കും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ശബ്ദമുണ്ടാക്കുന്നവരായിരിക്കില്ല. അനാവശ്യമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരായിരിക്കില്ല. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ന്യായമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ സംസാരിക്കുന്നത്. പൊതുവെ ഇവർ മിതഭാഷികളാണ്. എന്നാൽ ഇവർ ഏതെങ്കിലും കാര്യത്തിൽ സംസാരിക്കാൻ ഇവർക്ക് കോപം ജ്വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് സംസാരിച്ച് നേരം വെളുക്കുന്നവർ സംസാരിക്കുന്നത് കുഴപ്പം, അത് വേറെ കാര്യം. എന്നാൽ പോലും ആൺകുതിരയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെയേറെ നേതൃപാഠവം ഉണ്ടായിരിക്കും, ആകാര സൗരഭം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആകാര വടിവുണ്ടായിരിക്കും. കാഴ്ചയിൽ വളരെ മോശപ്പെട്ട ആളുകളായിരിക്കില്ല. അതോടൊപ്പം തന്നെ ഏതു മേഖലയിലും കടന്നു ചെല്ലുവാനും ഏത് തലത്തിൽ എത്തി എന്ത് ചെയ്യുവാനും ഇവരെ സംബന്ധിച്ച് മടിയില്ലാത്ത അധ്വാനശീലരുമായിരിക്കും. ഇവർ അധ്വാനശീലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നില്ലെങ്കിൽ പാറ ഉടയ്ക്കുന്നവരോ അതല്ലെങ്കിൽ വിറക് കയറുന്നവരോ അങ്ങനെയൊന്നുമില്ല. എന്ത് മേഖല, ഇപ്പോൾ ഒരു പർവ്വതാരോഹണമാണ് ഇവരെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിട്ട് ഇവിടെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ അത് ചെയ്യും എന്നവർ തീരുമാനിച്ചാൽ ചെയ്യും. അവർ തീരുമാനിക്കണം ചില കാര്യങ്ങൾ. എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇല്ലേ, പണ്ട് വെള്ളം പറയുന്ന ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നതൊക്കെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് അതിൽ പരിശ്രമിക്കാൻ പോലും തയ്യാറാണ്. എനിക്ക് പറ്റില്ല, ആ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരു പക്ഷേ അവർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും അത്. എന്നാൽ പോലും പറ്റില്ല എന്നൊരു തീരുമാനം എടുത്ത് പിന്മാറിക്കഴിഞ്ഞാൽ ഇവരെ അതിലേക്ക് കൊണ്ടുപോവുക ബുദ്ധിമുട്ടാണ്. അതിലുപരിയായിട്ട് ഇവരെ ഒരിക്കലും നമുക്ക് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കായികമായിട്ട് കൈകാര്യം ചെയ്തോ ഒരു കാര്യം അനുസരിപ്പിക്കാൻ പറ്റില്ല. ഇവരോട് സ്നേഹപൂർണമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ ഇവരെ അനുസരിപ്പിക്കാൻ പറ്റൂ.
അല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ നമ്മൾ നിർബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഇവരതിനോട് നിൽക്കത്തില്ല. അതിനോട് അവർ വളരെയേറെ വിമുഖത കാണിക്കും. വേണ്ടി വന്നാൽ അവർ നമുക്കെതിരെ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കാനും മടിക്കാത്തവരാണ് അത്തരം കാര്യങ്ങളിൽ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആൺകുതിരയുടെ സ്വഭാവവും ഇവരുടെ സ്വഭാവവും തമ്മിൽ ചില സാമ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ അടങ്ങിയ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.